ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മാവ് നിറയെ പൂക്കാനും കായ്ക്കാനും ചില വഴികളുണ്ട്. ആ വഴികൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് മോഹിച്ച് നട്ടു വളർത്തിയ മാവ് യഥാസമയം കായ്ക്കാത്തതിന് നമ്മൾ പലരും ദുഃഖിതരാണ്. അപ്പോൾ പല മുന്തിയ ഇനങ്ങളും നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മാവ് പൂക്കുന്നത് നവംബർ ഡിസംബർ മാസത്തോടെയാണ്. അപ്പോൾ മാവ് പൂക്കാനുള്ള പരിപാടികൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ നമ്മൾ തുടങ്ങണം. ചെയ്യേണ്ട കാര്യങ്ങളാണ്: മാവിൻ്റെ തടം തുറന്ന് കുറച്ച് വേരുകൾ തെളിഞ്ഞ് കാണത്തക്ക രീതിയിൽ 2 ആഴ്ച വെയിലേറ്റ് കിടക്കാൻ അനുവദിക്കണം. അതിനുശേഷം തടത്തിൽ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ചാമ്പൽ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവ അടങ്ങിയ മിശ്രിതം 10 കിലോഗ്രാം ചേർത്ത് മണ്ണിട്ട് മൂടി കരിയിലയിട്ട് പുതച്ച് സമൃദ്ധമായിട്ട് നിറയ്ക്കുക. തളിര് വരുമ്പോൾ മുറിച്ചിരുന്ന കീടത്തെ തുരത്താൻ വേണ്ടി 2% വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തുടക്കത്തിൽ തന്നെ തളിക്കണം. അതുപോലെ മാവിൻ്റെ തായ്തടിയിൽ മോതിരത്തിൻ്റെ വീതിയിൽ ഒരിടത്ത് തൊലി വട്ടത്തിൽ നീക്കം ചെയ്യുക. തായ്തടിയിൽ അധികം ആഴത്തിലല്ലാതെ വരയുക. തൊണ്ടും കരിയിലും ഉപയോഗിച്ച് നിയന്ത്രിത രീതിയിൽ മാവിനടിയിൽ പുകയ്ക്കുക. അത് മറ്റൊരു വഴിയാണ്. അതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ് കലർത്തി ഇലകളിലൊക്കെ തളിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും മാവ് പൂക്കുന്നില്ലെങ്കിൽ നമുക്ക് ഹോർമോൺ പ്രയോഗം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ തുടങ്ങി വെക്കുക. അപ്പം മാവ് പൂക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിറയെ പൂക്കളുണ്ടാകും, കായ്ക്കുകയും ചെയ്യും. ഇത് നടന്നില്ലെങ്കിൽ മാത്രം ഹോർമോൺ പ്രയോഗം നോക്കിയാൽ മതി. അതിനുവേണ്ടി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. അത് 25 മില്ലി എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം നന്നായിട്ട് കുതിർത്തിട്ട് പുതയിട്ട് കൊടുത്താൽ മതി. മാവ് നിറയെ പൂക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളുമായി ഞാൻ മറ്റു വീഡിയോയിൽ ഉടനെ എത്തുന്നതാണ്. അതുവരെ നന്ദി.